ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൈദ മാവ് പുട്ടാണ്. നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അയക്കണേ. സാധാരണ നമ്മൾ ഗോതമ്പ് മാവിൻ്റെയും അരിമാവിൻ്റെയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, അടിപൊളിയായിരിക്കും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദ മാവാണ്. അതിൽ ആ പാകത്തിന് ഉപ്പ് ചേർക്കുക. ഇതിനായിട്ട് ആവശ്യമുള്ളത് തേങ്ങയാണ്. അറിയാമല്ലോ, നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ സാധാരണ തേങ്ങ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ തേങ്ങ നമുക്ക് ഇതിൽ കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. ഞാനിവിടെ 2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പക്ഷെ അത്രയൊന്നും വേണ്ട കേട്ടോ. ഞാനിത് കുറച്ച് കറക്കും കൂടെ ചേർത്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തേങ്ങ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ പുട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഇതിൽ ഉപയോഗിക്കുക. കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യും തോറും നമുക്ക് ആ പുട്ടിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചിലർക്ക് കൂടുതലായിട്ട് തേങ്ങയുടെ ടേസ്റ്റ് വരുന്നത് ഇഷ്ടം കുറവുള്ളവരുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങളത് ചെയ്താൽ മതി. ഞാനിവിടെ എടുത്തിട്ടുള്ള 2 കപ്പ് മാവിന് 1 കപ്പ് വെള്ളം എടുക്കുക. വെള്ളം നമുക്ക് 1 കപ്പ് ഉപയോഗിക്കേണ്ടി വരത്തില്ല, കാരണം ചില മാവ് പെട്ടെന്ന് കയറി കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ നമ്മൾ ഒഴിക്കാൻ പാടില്ല. കുറേശ്ശെ മാത്രമേ നമുക്കത് ഒഴിക്കാവൂ. അപ്പോൾ ആദ്യം നമ്മൾ മാവും ഉപ്പും തമ്മിലൊന്ന് യോജിപ്പിക്കുക, ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഉപ്പൊക്കെ കയറി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. വെള്ളത്തിൽ ഉപ്പ് ചേർത്തും യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ചേർക്കുക. ഏകദേശം ഇങ്ങനെ അങ്ങ് ഒഴിച്ചാൽ മതി. ഒഴിച്ചതിന് ശേഷം എന്നിട്ട് കൈ കൊണ്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ കുറച്ച് പരന്ന പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നമുക്ക് മൈദ മാവ് കുഴക്കുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് പരത്തി വേണം ചെയ്യാൻ. എങ്കിൽ മാത്രമേ കട്ടയില്ലാത്ത അടിപൊളി പുട്ട് നമുക്ക് കിട്ടുള്ളൂ. ഞാനിവിടെ 2 കപ്പ് മാവിന് 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നമുക്കിനി ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത് അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റായത്, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ എന്നും ഉപയോഗിക്കാറില്ല, മൈദ ആയതുകൊണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു അവർക്ക് മൈദ മാവിൻ്റെ പുട്ട് വന്നു. പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനത് നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ 1 ഗ്ലാസ് വെള്ളമായിട്ടില്ല, 3/4 ഗ്ലാസ് വെള്ളത്തോളം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുട്ടിടാൻ അറിയാമല്ലേ. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഇടേണ്ടതുണ്ട്. കുറച്ച് നല്ല രീതിയിൽ തന്നെ തേങ്ങ ഇടുക. അടുത്തായിട്ട് കുറച്ച് മാവിടുക. മാവിടുന്ന ടൈമിൽ നമ്മളിങ്ങനെ കൈ എങ്ങനെ പിടിച്ചിടാൻ പാടില്ല. നമ്മൾ ഒന്ന് ലൈറ്റായിട്ട് വേണം ഇതിനകത്ത് ഇടേണ്ടത്, ഇല്ലെങ്കിൽ അകത്ത് കട്ട കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് പുട്ട് റെഡി ആയിട്ടുണ്ട്.
അടിപൊളി ടേസ്റ്റി ഫുഡാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ അടുത്ത പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ മാവ് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിട്ട് തന്നെ നമുക്ക് ഇത്ര മതി. ഞാനും എൻ്റെ മക്കളും ഇപ്പോൾ ഉള്ളൂ, ഇക്ക ഇവിടെ ഇല്ല. അപ്പം നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് പുട്ട് കൂടി ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി പുട്ടാണിത്. പക്ഷെ എല്ലാ ദിവസവും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, കാരണം മൈദയാണല്ലോ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നതിന് പകരം പുട്ടുണ്ടാക്കുവാണെങ്കിൽ ഇതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കമൻറ്റ്സ് എല്ലാവരും ഒന്ന് അറിയിക്കുക. നിങ്ങളിത് ഇതിനു മുമ്പ് ഉണ്ടാക്കിയതാണെങ്കിൽ അതും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.